ഇതുപോലെ കടുക് താളിക്കാൻ മാത്രമേ അടുപ്പിൻ്റെ ആവശ്യം ഈ കറിക്കുള്ളൂ. 5 മിനിറ്റിനുള്ളിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കുക്കുംബർ തമ്പുളി. മോര് കറി ഇഷ്ടമുള്ളവർ ഈ ഒരു കറിയും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തൈര് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കറക്കിയെടുത്തുകൊണ്ട് വരാം. അതായത് കട്ടകളില്ലാതെ ഉടച്ചെടുക്കുക. മത്ത് വെച്ചോ വിസ്ക് വെച്ചോ ഉടച്ചെടുത്താലും മതി. ഞാനിവിടെ പറയുന്ന അളവിൽ ഒരു 1.5 അല്ലെങ്കിൽ 1.25 കപ്പോളം പുളി തീരെ കുറവായിട്ടുള്ള തൈര് എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ 1 കപ്പേ എടുത്തിട്ടുള്ളൂ. ഇതിനൊരല്പം പുളി കൂടുതലായിട്ടുണ്ട്, അതുകൊണ്ട് 1 കപ്പേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ഉടച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മീഡിയം സൈസ് സാലഡ് വെള്ളരി എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കഴുകി എടുത്തതിന് ശേഷം ആ തൊലികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. വെള്ളരി ഒരുപാട് മൂത്തിട്ട കുരുവൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കത്തില്ലേ, ആ ഒരു പരുവത്തിലെടുക്കണ്ട. കുറച്ച് പിഞ്ചായിട്ടുള്ള വെള്ളരിക്ക എടുക്കുക. കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. വീണ്ടും മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് തേങ്ങ ചേർക്കാം. 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഒരല്പം താഴെയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർക്കാം. ഇനി ഒരു 20-25 കുരുമുളകാണ് ചേർക്കുന്നത്. ഒരുപാട് ചേർക്കണ്ട. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇനി വെളുത്തുള്ളി ചേർക്കാം. 3 അല്ലെങ്കിൽ 4 എണ്ണ ഈ അളവിന് ചേർക്കാം. ഇനി എരിവ് അനുസരിച്ച് പച്ചമുളക് ചേർക്കാം. 3 അല്ലെങ്കിൽ 4 ചേർക്കാം. കുരുമുളകും ചേർത്തിട്ടുണ്ട്, അപ്പോൾ എരിവിനനുസരിച്ച് ചേർക്കണം. ഇനി ജീരകം 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. 3/4 സ്പൂൺ വരെ ചേർക്കാം. ജീരകം സ്കിപ്പ് ചെയ്യരുത്. ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നേ ഒന്നും നിൽക്കത്തില്ല. ഒരല്പം മല്ലിയിലയോടെ ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ചേർക്കണ്ട. മല്ലിയിലയുടെ ടേസ്റ്റും ഒന്നും മുന്നേ നിൽക്കത്തൊന്നുമില്ല. ഇനി നല്ലവണ്ണം അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാവൂ. കാരണം വെള്ളരിക്കയാണ്, അതിൽ വാട്ടർ കണ്ടൻറ് ഉണ്ട്. അരയാൻ ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിക്കുക. പോരെങ്കിൽ ഇടയ്ക്ക് കുറച്ചുകൂടി ഒഴിച്ച് നല്ലവണ്ണം അരച്ചെടുത്തോണ്ട് വരാം. ഇപ്പോൾ 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതുകൂടി ഈ തൈരിനകത്തോട്ട് ചേർക്കാം. തേങ്ങയെല്ലാം നല്ലവണ്ണം അരച്ചതിന് ശേഷം ലാസ്റ്റ് തൈരൂടിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തോണ്ട് വന്നാലും മതി. സെപ്പറേറ്റായിട്ട് തൈര് ഉടച്ച് മാറ്റി വെക്കേണ്ട പണി നമുക്ക് ഒഴിവാകും. വീണ്ടും ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ മിക്സിയുടെ ജാറിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ടുണ്ട്. അതായത് നമുക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഇതുപോലെ ഉപ്പ് കൂടി ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരളവിലാണ് വെള്ളം ചേർത്തിരിക്കുന്നത്. ഇതിനി അടുപ്പിലൊന്നും വെക്കണ്ട. കറി ഇത്രയേ ഉള്ളൂ. ഇതിൽ താളിക്കുന്നത് കുറച്ച് സ്പെഷ്യലായിട്ട് താളിക്കണം. അതുകൂടി ഒന്ന് കാണുക. എണ്ണ വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണേലും ഒഴിക്കാം. കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിൽ കുറച്ച് വറ്റൽമുളക് ചേർക്കാം. കൂടെ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു 3-4 നുള്ള് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ജീരകമാണ് ചേർത്തത്. ജീരകം ചേർത്ത് വേണം ഇത് കടുക് താളിച്ചെടുക്കാനായിട്ട്. തീയെ നല്ലവണ്ണം കുറച്ച് കൊടുക്കുക. ജീരകം ഒന്ന് പൊട്ടി വരണം. ഒട്ടും കരിഞ്ഞു പോകരുത്. ഈ താളിപ്പിനകത്ത് ജീരകം കൂടി ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ജീരകം മൂത്തിട്ടുണ്ട്, ഒട്ടും കരിയാതെ തന്നെ. ഇതിനെ കറിയിലൊഴിക്കാം. കറിയിൽ ഒഴിച്ച ഉടനെ തന്നെ ഇളക്കാതെ ഒരു 2-3 മിനിറ്റ് നേരത്തേനൊന്ന് മൂടി വയ്ക്കുക. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. കണ്ടുവല്ലോ, ഈ കറി അടുപ്പിൽ വെച്ചൊന്നും ചൂടാക്കുന്നില്ല. നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ അത് തീർക്കണം, വെച്ചേക്കരുത്. നല്ല ടേസ്റ്റാണ്. മോരുകറി ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ ഒരു കറി ഇഷ്ടപ്പെടും.
പ്രത്യേകിച്ച് ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കറിയാണിത്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.